റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുമ്പോൾ ഉപയോഗിച്ചിരുന്ന കമ്പിളി പുതപ്പിന്റെ കഷ്ണം കൊടണ്ട മോളെ അതേ പൊടി ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യത്തെ ഭാര്യ നമ്മളെല്ലാവരും ഉമ്മയായ ഖദീജ റളിയല്ലാഹു ഫാത്തിമാവിന്റെ ഉമ്മയായ ഖദീജ റളിയല്ലാഹുവിന്റെ ഡ്രസ്സിന്റെ ഒരു കഷ്ണമാണ്. അലി റളിയല്ലാഹുവിന്റെ ഡ്രസ്സിന്റെ ഒരു കഷ്ണമാണ്. ഫാത്തിമ റളിയല്ലാഹു ധരിച്ച് മക്കനിന്റെ ഒരു കഷ്ണമാണ്. ഇത് ആണുങ്ങൾക്ക് കാണിച്ചു കൊടുക്കില്ല, പെണ്ണുങ്ങൾക്ക് മാത്രമേ കാണിച്ചു കൊടുക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇതാണ് ഈ ജാറത്തിന്റെ അവിടെ കായുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ആൾക്കാർ കായ് കൊണ്ടു നടക്കില്ലല്ലോ, അതുകൊണ്ട് ഗൂഗിൾ പേ ഈ കബറാളിക്കും ഇപ്പോ ആൾക്കാർ ഗൂഗിൾ പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു അവസ്ഥയാണ് മനുഷ്യന്റെ പുരോഗമനം, ചെറിയ പുരോഗമനം എന്നല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, മതപുരോഹിതന്മാര്, അതായത് ഈ സമസ്ത മുസ്ലിയാക്കന്മാര് കൊള്ളസംഘമായിട്ട് മാറിയിട്ടുണ്ട്. പഠിച്ചതേ പാടൂ എന്ന് പറഞ്ഞതുപോലെ തിന്ന് ശീലിച്ചത് പിന്നെ അവർ മറക്കൂലല്ലോ. മുസ്ലിം സമൂഹത്തിനെ കൊള്ളയടിക്കുകയാണ്. അവർക്ക് എങ്ങനെയും പണം കിട്ടണം, അതിനു വേണ്ടി അവർ ഏത് ചൂഷണ മാർഗവും അവർ സ്വീകരിക്കും. ആരെ വേണമെങ്കിലും അവർ കൂട്ടുപിടിക്കും. ഇപ്പോൾ നബിദിനൊക്കെ വരുന്ന സമയത്ത് അബൂജഹലിനെയും അതേപോലെ തന്നെ അബൂലഹബിനെയും മുദഫർ രാജാവിനെയൊക്കെ കൂട്ടുപിടിക്കുന്ന പോലെ ഇവർക്ക് ആരെ കൂട്ടുപിടിക്കാനും ഇവർക്ക് കുഴപ്പമില്ല, ഇവർക്ക് പണം കിട്ടണം. നോക്കി നിങ്ങൾ, ഞാൻ കാണിച്ച മുസ്ലിയർ, അയാൾ ഈ പ്ലാസ്റ്റിക്കിന്റെ കവറിലാക്കിയിട്ട് കുറേ തുണി കഷ്ണം കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ ടൈലേഴ്സൊക്കെ ഉണ്ട്, അവിടെ ടൈലർമാരവിടെയൊക്കെ ഉണ്ട്, വെട്ടു തുണി ഉണ്ടാവുമല്ലോ, അതൊക്കെ കൊണ്ടുവന്നിട്ട് കവറിലാക്കി കൊണ്ടുവന്നിട്ട് കണ്ടോ നബിയുടെ കമ്പിളിയാണ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾ, സഹോദരിമാർ പടച്ചോനെ അല്ലാന്ന് വിളിച്ചിട്ട് ഒരേ പൊട്ടിക്കരച്ചിലാണ് അവിടെ. ഇപ്പോൾ നബിയുടെ കമ്പിളി, അതിന് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഡ്രസ്സിൻ്റെ കഷ്ണം, അലി റളിയല്ലാഹുവിൻ്റെ ഡ്രസ്സിൻ്റെ കഷ്ണം, ഫാത്തിമ ബിയുടെ മക്കനയുടെ പീസ്, ഇതിങ്ങനെ കാണിക്കുകയാണ്. അത് ആണുങ്ങൾക്ക് കാണിക്കൂല. അപ്പം ഈ ചങ്ങാതി ഏതാ വകുപ്പ് എന്നുള്ള കാര്യം അറിയില്ല, കുറേ വകുപ്പുകൾ ഉണ്ടല്ലോ ഇതിൽ, ഏതാണെന്നുള്ള കാര്യം ഇനി കണ്ടറിയണം. എന്തോ ആവട്ടെ, ആണുങ്ങൾക്ക് കാണിക്കൂല. ഇതിങ്ങനെ കാണിച്ച് ചൂഷണം ചെയ്യാണ്, പ്രദർശിപ്പിച്ച് ചൂഷണം ചെയ്യാം. ഇതന്നെയാണ് കാന്തപുരം മുടിയായിട്ട് വന്നിട്ട് ചെയ്ത പണിയും ഇത് തന്നെയാണ്. ഈ നബിയുടെ മുടി ഇങ്ങനെ പ്രദർശിപ്പിക്കുക, അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ചൂഷണം ചെയ്യുക. നബിയുടെ മുടിയാണെന്നും പറഞ്ഞിട്ട് എവിടെ നിന്നൊക്കെ കൊണ്ടുവന്നു അതവിടെ. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ നേതാക്കന്മാർ പഠിപ്പിച്ചതൊക്കെയാണല്ലോ അണികൾ ഇത് ചെയ്യുക. ഇത് അപ്പോൾ അത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ പണം കിട്ടണം അവർക്ക്, അതിനു വേണ്ടി ഏത് ജാറും ഒരുപാട് പെട്ടികൾ, എവിടെ നോക്കിയാലും പെട്ടികളാണ്. ഒന്നോ രണ്ടോ പെട്ടികളല്ലേ ഇപ്പോൾ സാധാരണ നമ്മൾ പള്ളിയുടെ മുമ്പിൽ പള്ളി പരിപാലനത്തിനായിട്ട് പെട്ടികളൊക്കെ വെക്കലുണ്ട്. അത് സ്വാഭാവികം, അത് അള്ളാഹിൻ്റെ ഭവനത്തിൻ്റെ ന്യൂനതകളും അതുമായിട്ട് അവിടുത്തെ മറ്റ് ദൈനംദിന പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഫണ്ട് എന്ന നിലയ്ക്കൊക്കെ വെക്കും. ഇതിപ്പോൾ അതല്ല. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഫോട്ടോത്തിൽ കാണിച്ചില്ല, അതേപോലെ തന്നെ ആണ്ട് നേർച്ചയുടെ പെട്ടി, സ്വലാത്തിൻ്റെ പെട്ടി, ഹദ്ദാദിൻ്റെ പെട്ടി, റിഫാനി റാത്തീബിൻ്റെ പെട്ടി, ഖദർ നബിയുടെ പെട്ടി, ഒരാളും വിടുന്നില്ലവരെയും എല്ലാവരും പിടിച്ചിരിക്കുകയാണ്. ഖദർ നബിയുടെ പെട്ടി, റിഫായി റാത്തീബിൻ്റെ പെട്ടി, അജ്മീർ ഖാജാൻ്റെ പെട്ടി, അതേപോലെ തന്നെ ശുഹദാക്കളെ പെട്ടി, ഷെയ്ഖ് മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പെട്ടി, അതേപോലെ ഓമാൻ ശുഹദാക്കളെ പെട്ടി, അതല്ലാത്ത ശുഹദാക്കളെ പെട്ടി, പിന്നെ പ്രാദേശികമായിരിക്കുന്ന കുറേ ആൾക്കാരുടെ പെട്ടി, പിന്നെ ഖത്തം ദുആ. ചില ജാറത്തിലൊക്കെ പോയി നോക്കിയാൽ ലിസ്റ്റ് തന്നെ കാണാം. ഇതര മതവിശ്വാസികളുടെ അവിടെയൊക്കെയാണ് ഇതിങ്ങനെ കണ്ടിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ കണ്ടെടുക്കുകയാണ് മുസ്ലിം സമൂഹം. അവിടെ എന്താണെന്ന് വെച്ചാൽ ജാറത്തിൻ്റെ പട്ട്, പിന്നെ എന്താ പറയുന്നത്, നിലവിളക്കിൻ്റെ പൈസ, വെളിച്ചെണ്ണയുടെ പൈസ, തകിടിൻ്റെ പൈസ, കൂടിൻ്റെ പൈസ, ചരടിൻ്റെ പൈസ, പിന്നെ പട്ട് ജാറം മൂടുന്നതിൻ്റെ പൈസ, തല ഒഴിയലിൻ്റെ പൈസ, ഇങ്ങനെയുള്ള ഒരു ലിസ്റ്റ് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ്? പണം കിട്ടണം എന്നുള്ളത് തന്നെയാണ്. പണമാണ് ആവശ്യം. ഇപ്പോൾ ഓരോ ജാറത്തിൻ്റെ അവിടെയൊക്കെ ഗൂഗിൾ പേ ഒട്ടിക്കുക. കാരണം എങ്ങനെ പോയാലും ഇനിയിപ്പോൾ പുതിയ കാലഘട്ടത്തിലേക്ക് മാറുകയാണ്. ഈ പൈസ ഇപ്പം ഇന്നാളടുത്ത് കൊല്ലം ജില്ലയിലാണ് പൈസ എറിഞ്ഞിട്ട് വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിയ ഒരു കേസും കൂട്ടൊക്കെ ഉണ്ടായിരുന്നു. റോട്ടിൽ നിന്ന് വലിച്ചെറിയാണ്, ഈ പൈസയൊക്കെ വലിച്ചെറിയാണ്. അപ്പോൾ പൈസ കിട്ടാനുള്ള ഓരോ മാർഗം ഇപ്പോൾ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഗൂഗിൾ പേ ഒക്കെയാണ് ഓരോ ഖബറിൻ്റെ വെച്ചിരിക്കുന്ന ജാറത്തിലൊക്കെ ഗൂഗിൾ പേ ആണ്. കാരണം
ഇപ്പോൾ അങ്ങനെയാണല്ലോ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഇപ്പം ഇതേ രൂപത്തിൽ ഇപ്പം ഇങ്ങനെ എല്ലാ വഴികളും ജാറും വകയായിട്ട് അങ്ങനെ ഒരു വരുമാനം, പെട്ടി വെച്ചിട്ടുള്ള വരുമാനം, അതോടൊപ്പം തന്നെ ഓരോ പിന്നെ സാധനങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ള വരുമാനം, ഇങ്ങനെ എല്ലാ വരും. പിന്നെ സ്വലാത്ത് മജ്ലിസ്, അതേപോലെ തന്നെ ദിക്ർ മജ്ലിസ്, ഇതെല്ലാം വരും. പിന്നെ ഇവരുടെ പാതിര വയലുകൾ, ഇതിലൊക്കെ ലക്ഷ്യം എന്താണ്? പണം കിട്ടണം. എവിടുന്ന ഈ പണം? മുസ്ലിം സമൂഹത്തിനെ കൊള്ളയടിക്കുക, വിശ്വാസികളുടെ വിശ്വാസത്തിനെ ചൂഷണം ചെയ്യുക. അങ്ങനെ ചൂഷണം ചെയ്തിട്ട് മുസ്ലിയാക്കന്മാർ തടിച്ചു കൊഴുക്കുക കാലാകാലം. അങ്ങനെ മതപുരോഹിതന്മാർ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതൊരു കൊള്ളസംഘമായിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവരത് നിർത്തൂല. കാരണം വെച്ചാൽ ഈ മരിച്ചവർ അവർക്ക് ഇങ്ങനെ ഓരോ ജാറും ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓരോ കൊല്ലത്തിലും ഇങ്ങനെ ഓരോ ജാറങ്ങളും ഔലിയാക്കന്മാർ പെരുകുന്നു, അതോടൊപ്പം തന്നെ ജാറും പെരുകുന്നു, അതോടൊപ്പം തന്നെ ക്ഷുദ്രകൃതികൾ എഴുതിയുണ്ടാക്കുന്നു, മാലയും മൗലിദും ഔലിയാടെ പേരിൽ എഴുതിയുണ്ടാക്കുന്നു. ഓരോ ഇപ്പം നിലവിലുള്ള മൗലിദ് തന്നെ ഇഷ്ടം പോലെ തന്നെ ഉണ്ട്. അത് പോരാതെ ഇപ്പോൾ ഓരോരുത്തർ മരിക്കുമ്പോൾ അതിന് പുറമെ ഈ സമൂഹത്തിൻ്റെ മേത്ത് വെച്ചിട്ടാണ് പുതിയ പിന്നെ ഇനിയിപ്പോൾ നിലവിലുള്ള വകകളൊക്കെ മാറി, ഇനി വകകളുടെ എണ്ണം കൂടും. 5555 വക. ഇനിയിപ്പോൾ ഓരോ വകകൾ കൂടിയിട്ട് ഇനിയിപ്പോൾ കൂറത്തങ്ങളുടെ മൗലിദൊക്കെ അതിൽ കയറി കൂടും. ഇങ്ങനെ ഓരോ ഔലിയാക്കന്മാർ ഇങ്ങനെ മരിക്കുന്നു, അവിടെ പെട്ടി വെക്കുന്നു. ഇപ്പോൾ കൂറത്തങ്ങൾ അവിടെയൊക്കെ തന്നെ പിന്നെ കണ്ടു, പൈസ വെക്കാൻ പെട്ടി ഉണ്ടാക്കാൻ നേരില്ല, അപ്പോഴേക്കും പൈസ ഇടാൻ തുടങ്ങി. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഈ പൈസയൊക്കെ എവിടേക്കാണ് പോകുന്നത്? ഇതൊക്കെ മുസ്ലിയാക്കന്മാർ തിന്നുകയാണ്. മുസ്ലിയാക്കന്മാർ തിന്നാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പള്ളിയുടെ പള്ളിക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇതല്ലാതെ വേറെ എന്തെല്ലാം പണിയുണ്ട് കൂട്ടരെ? ഈ ശമ്പളം കൊടുക്കാനും പള്ളി പരിപാലനത്തിനൊക്കെ അന്യൻ്റെ ഹക്കും പാത്തും ഇല്ലാതെ കൊള്ളയടിച്ചിട്ടാണോ അതൊക്കെ ചെയ്യുന്നത്? അതല്ലല്ലോ. കൃത്യമായിട്ട് പള്ളി കയറ്റാൻ പൈസ ഇല്ല, പള്ളി ശമ്പളം കൊടുക്കാൻ ഇല്ലെങ്കിൽ പിന്നെ പണിക്ക് നിൽക്കാൻ പാടില്ല. പിന്നെ എന്ത് പള്ളി കയറ്റിയിട്ട് ഉസ്താദിനെ നിർത്തിയിട്ട് നാട്ടിൽ നിന്ന് തെണ്ടിയിട്ട് ഇങ്ങനെ കൊള്ളയടിച്ചിട്ട് ഓരോ റാത്തീവിൻ്റെ പേരും പറഞ്ഞ്, പിന്നെ ആണ്ട് നേർച്ചയുടെ പേരും പറഞ്ഞ്, ഉറൂസിന് നേരും പറഞ്ഞ് പിരിച്ചിട്ട് അവിടെ ജാറും കെട്ടി പൊക്കിയിട്ട് പിന്നെ വരുമാനം ഉണ്ടാക്കിയിട്ട് മുസ്ലിയാക്കന്മാർക്ക് ശമ്പളം കൊടുക്കാനാണോ ഉദ്ദേശം? അതാണ് ഞാൻ പറഞ്ഞ് കൊള്ളയടിക്കണമെന്ന് പറഞ്ഞത്. എത്രയോ മഹല്ലുകൾ വേറെ ഉണ്ട്. മാന്യമര്യാദക്ക് മഹലിന് പിന്നെ വരിസംഖ്യ പിരിച്ചിട്ടും അരിയൊക്കെ പഴയ കാലത്ത് അരിയൊക്കെ പള്ളിക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ടും പള്ളിയിലെ പിന്നെ ഖത്തീമാർക്കും മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ മാറിയിട്ട് ഇപ്പം ജാറം വരുമാനം കൂടിയപ്പോൾ ജാറം വെച്ചിട്ടാണ് തിന്നുന്നത്. ഓരോ ശുഹദാക്കളെ പേരും പറഞ്ഞ് ഏത് പള്ളി കൂട്ടിപ്പോൾ ഈ പള്ളികളിലൊക്കെ സമസ്ത പള്ളികളിലൊക്കെ ഉണ്ടാവും ഒരു 5-6 പെട്ടിയുണ്ടാവും. അതിലൊക്കെ ഉണ്ടാവും നേരത്തെ പറഞ്ഞ പേരുകളൊക്കെ. സ്വലാത്തിൻ്റെ പെട്ടി, അത് സ്വലാത്ത് ഇങ്ങനെ വായിച്ചാൽ ഹദ്ദാദ്, അത് ആ പള്ളി നടപ്പിലാക്കുക, ഓരോ പള്ളിയും നടപ്പിലാക്കുക. അതാണ് വരുമാനം. ഇപ്പം ഞാൻ ഒരു പള്ളിയിൽ ജോലിക്ക് വേണ്ടി പാലക്കാട് പള്ളിയിൽ പിന്നെ കോങ്ങാട് റേഞ്ചാണ്. ആ റേഞ്ചിലെ പുളിനെല്ലി ഔലിയ. അപ്പോൾ ആ പുളിനെല്ലി ജുമാഅത്ത് പള്ളി ഖത്തീബായിട്ട് ജോലിക്ക് കയറുന്ന സമയത്ത് അവിടെ പള്ളിയുടെ മുമ്പിൽ ഒരു ജാറുണ്ട്. അപ്പോൾ പള്ളിക്ക് വരുവാനാണ്. അപ്പം ഞാനവിടെ പോയി ചോദിച്ചിരുന്നു. അപ്പോൾ ശമ്പളത്തിനെ പറ്റി ഇങ്ങനെ ഒരു തർക്കം വന്നപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ കുറച്ച് തരുള്ളൂ, ഇപ്പോൾ ഉള്ളത് ഇവിടെ കൊടുത്തിരുന്ന പൈസ ഇപ്പോൾ തരുള്ളൂ, പിന്നെ നിങ്ങൾക്കുള്ളതാണ് ആ കെടുക്കണമെന്ന്. എന്നോട് പറയാണ് ആ കെടുക്ക് നിങ്ങൾക്കുള്ളതാണെന്ന്, ഈ ജാറേ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് കുറേ നേർച്ച അവിടെ സമയത്ത് കുറേ പിന്നെ കണ്ടത്തിൽ പോയിട്ട് കുറേ ചാക്ക് മണ്ണ് കൊണ്ടുവന്ന് അതിങ്ങനെ പൊതിഞ്ഞു വെക്കുക, എന്നിട്ട് പണം വാങ്ങുക, ഈ മണ്ണ് ചീർന്നേറ്റ് കൊടുക്കുക. എന്തൊക്കെയാണ് നടക്കുന്നത്? അങ്ങനെ കൊള്ളസംഘമായിട്ട് മാറിയിരിക്കുക മതപുരോഹിതന്മാരെ നിങ്ങളൊക്കെ. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഇതിനൊക്കെ മാറ്റം വേണം. ജനങ്ങൾ ഉത്ബുദ്ധരാകണം. ഈ കൊള്ളസംഘത്തിന് ഈ പെട്ടി വെക്കുമ്പോൾ ഓരോ സ്വലാത്തിൻ്റെ പേരും ഒരു കട ഒഴിവില്ലല്ലോ. എല്ലാ ഹോട്ടലുകളും എല്ലാ പലചരക്ക് കട എല്ലാ വ്യവസായത്തിലൊക്കെ പോയിട്ട് പെട്ടി വെക്കും. ചാരിറ്റി ആയിട്ട് ചെയ്യുന്ന ഒരുപാട് സാധുക്കൾക്ക് രോഗത്തിന് വേണ്ടി മരുന്ന് വാങ്ങാൻ വേണ്ടി വീട് വെക്കാൻ വേണ്ടിയൊക്കെ ഒരു നന്മയുടെ കൂട്ടായ്മ നിലക്കുള്ള പെട്ടികളുണ്ട്. നമ്മൾ അതല്ല വിശദീകരിക്കുന്നത്. ഈ മരിച്ചു പോയവരുടെ പേരും പറഞ്ഞിട്ടാണ് ഇവർ ഈ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന പെട്ടികൾ, ഈ ഓമാന ശുഹദാക്കളെ പെട്ടി. ഈ ഓമാന ശുഹദാക്കൾ എങ്ങനെയാണ് ശുഹദാക്കളായതെന്നുള്ള അല്ല, അങ്ങനെയാണല്ലോ നമ്മുടെ കൂട്ടത്തിലൊക്കെ മരിച്ചൊക്കെ ശുഹദാക്കൾ എന്നല്ലേ പറയുക. ഇതാണ് അവസ്ഥ. അപ്പോൾ ആ ശുഹദാക്കൾ എങ്ങനെയായെന്നുള്ള കാര്യം അത് പിന്നൊരു വീഡിയോയിൽ കൂടെ ഞാൻ പറയാം. ആ ഒരു പേര് എങ്ങനെയാണ് ശുഹദാക്കളായത്, മഹാമാരായത് എന്താണ്, എങ്ങനെയാണ് ഒരു ഷഹീദായ എന്നുള്ള കാര്യം ഞാൻ പിന്നെ പറയാം. അപ്പോൾ അങ്ങനെ ഈ ഷഹീദന്മാരെ പേരിൽ പെട്ടി വെക്കുക, ഇതേപോലെ തന്നെ ആണ്ട് നേർച്ച പെട്ടി വെക്കുക, ഇതൊക്കെ തിന്നാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇങ്ങനെ കൊള്ളയടിക്കുന്ന ഒരു സംഘമായിട്ട് മാറിയിട്ടുണ്ട് മുസ്ലിയാക്കന്മാർ. ഇതിൽ നിന്ന് പിന്നെ ഇവരെ പിന്തിരിപ്പിക്കാനും അതിൽ നിന്നൊരു മോചനം കിട്ടണമെങ്കിൽ മറ്റുള്ള ജനങ്ങൾ ഉത്ബുദ്ധരാകണം. അവർക്കൊരു ബോധം വരണം. ഈ പൈസ എങ്ങോട്ട് പോകുന്നു? നമ്മളൊരു 5 പൈസ കൊടുക്കുകയാണെങ്കിൽ അള്ളാഹിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടണ്ടേ, ഒരു പ്രീതി കിട്ടണ്ടേ, റബ്ബിൻ്റെ പ്രതിഫലം കിട്ടണ്ടേ, അള്ളാഹിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ദാനധർമ്മം ചെയ്യുമ്പോൾ അത് നമ്മൾ ദാനധർമ്മം ആകണ്ടേ? ഇത് ഇവർ കൊള്ളയടിക്കുകയാണല്ലേ. അപ്പം ഇതാണ് അവസ്ഥ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.